മനസായി മനുജനു തുണയായി വളരുന്നു ഭൂമിയിൽ ഞങ്ങൾ. കൊതിവരും മണമായി നിറമായി രുചിയായി അരികിലുണ്ടെപ്പോഴും ഞങ്ങൾ. വീടിനൈശ്വര്യമായി അമ്മയ്ക്കു തൃപ്തിയായി ചുറ്റോടു ചുറ്റും തളർത്തു നിൽക്കും ഞങ്ങൾ. കുട്ടികൾ കൈകൊണ്ടു നട്ടു നനയ്ക്കുകിൽ മണ്ണും മനസ്സും നിറഞ്ഞു നിൽക്കും. സമ്പൂർണ്ണ പോഷണം, സംതൃപ്ത ഭോജനം, സസ്യങ്ങളേകും സ്നേഹപൂർണം. രോഗങ്ങളില്ലാത്ത ലോകം, പ്രകൃതിയെ സ്നേഹിക്കലാരോഗ്യമെന്നും. കാർഷിക മേഖലയിൽ വിജയവീഥിയിലൂടെ ഒരു ജില്ലാ കൃഷിത്തോട്ടം. വിജയഗാഥയുമായി കേരളത്തിൽ മുന്നേറുകയാണ് പെരിങ്ങമല ജില്ലാ പഞ്ചായത്ത് കൃഷിത്തോട്ടം. കാർഷിക മേഖലയിൽ അതിജീവനത്തിന്റെ ഉദാത്തവും അനുകരണീയവുമായ നവനവ പദ്ധതികളുമായാണ് കൃഷിവകുപ്പിന്റെ കീഴിൽ ഈ ജില്ലാ പഞ്ചായത്ത് കൃഷിത്തോട്ടം ഒരു മടക്കയാത്ര ചെയ്യുന്നത്. ഈ സത്യം നേരിട്ട് അനുഭവിച്ചറിയാനുള്ള ഒരവസരമൊരുക്കുകയാണ് നൂറുമേനി. തിരുവനന്തപുരം ജില്ലയിൽ പാലോടിന് സമീപം സ്ഥിതി ചെയ്യുന്ന പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടം അതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. കാർഷിക മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളുമായി മുന്നേറുന്ന ഈ സ്ഥാപനത്തിൽ പുതിയ പല സംരംഭങ്ങളും ഇതിന്റെ 50ാം വാർഷിക സമ്മേളന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ദീർഘദർശികളും കർമ്മനിഷ്ഠരുമായ മക്കളുടെ പരിലാളനത്താൽ സർവാലങ്കാരഭൂഷിതയായി സർവഫലപുഷ്പ സമൃദ്ധിയായി വ്യാപിച്ചു കിടക്കുന്ന ധന്യഭൂമി. വരുക, ഈ സുഫലധാത്രിയുടെ സൗഭഗം നുകരുക. അമ്മയാണല്ലോ നമുക്ക് ഭൂമി, മാതൃപൂജയെ ധർമ്മം നമുക്ക് കർമ്മം. ഇവിടെ ഭൂമിയെ സ്നേഹിക്കുന്ന കുറെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദീർഘദർശനവും കർമ്മനിപുണതയും അവരെ നയിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെ ധാർമ്മികതയും നമ്മെ ഉൾപുളകിതരാക്കുക തന്നെ ചെയ്യും. 1964 മുതൽ കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിച്ചുവരുന്ന ഈ തോട്ടത്തിന് 40 ഹെക്ടറാണ് വിസ്തൃതി. ഇവിടെ പ്രോജനി ഓർച്ചാർഡുകളിൽ 6ഓളം കശുമാവിനങ്ങളും 15ൽ പരം മാവിനങ്ങളും, മാതൃവൃക്ഷങ്ങളും, തേൻവരിക്ക, മുട്ടൻവരിക്ക എന്നീ പ്ലാവിനങ്ങളും, സപ്പോട്ട, പേര എന്നിവയുടെ വിവിധ ഇനങ്ങളും പരിപാലിക്കപ്പെടുന്നു. ദേശീയ ഹോർട്ടിക്കൾച്ചറൽ ബോർഡിന്റെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റും ഈ തോട്ടത്തിന് ലഭിച്ചിട്ടുണ്ട്. 30,000ഓളം മുട്ടൻവരിക്ക ഗ്രാഫ്റ്റ്, 10,000ഓളം ഒട്ടുമാവ് ഗ്രാഫ്റ്റ്, 5,000ഓളം കശുമാവ് ഗ്രാഫ്റ്റ്, 10,000ഓളം സപ്പോട്ട ഗ്രാഫ്റ്റ്, 5,000ഓളം വീതം റംബൂട്ടാൻ ഗ്രാഫ്റ്റ്, മാംഗോസ്റ്റിൻ നെല്ലി തൈകളും, 1,000ഓളം വീതം പപ്പായ തൈകളും ജാതി ഗ്രാഫ്റ്റും, കൂടാതെ 1,00,000ഓളം ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളും ഇവിടെ തയ്യാറാക്കി വിതരണം ചെയ്യപ്പെടുന്നു. പ്രായമായ സപ്പോട്ട കൃഷിക്കിടയിലായി പരിപാലിക്കപ്പെടുന്ന മാംഗോസ്റ്റിൻ, കുറ്റിക്കുരുമുളക് എന്നിവയോടൊപ്പം ചാരുതയാർന്ന ഹെലിക്കോണിയ.
2 കുറ്റിക്കുരുമുളക് തൈകൾ ഒരു വീട്ടിലെ ആവശ്യത്തിന് മതിയാകുന്നതാണ്. പാഷൻ ഫ്രൂട്ട് സിറപ്പ് തയ്യാറാക്കുന്നതിനായി പാഷൻ ഫ്രൂട്ടും ഇവിടെ വിപുലമായി കൃഷി ചെയ്യുന്നു. പ്രതിവർഷം 8 ലക്ഷത്തോളം കുരുമുളക് തൈകൾ ഇവിടെ തയ്യാറാക്കി വിതരണം ചെയ്തു വരുന്നു. വിവിധ ഇനം കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്ത് കർഷകർക്ക് വിത്തുകൾ വിതരണം ചെയ്യുന്നു. ഒപ്പം ടിഷ്യൂ കൾച്ചർ വാഴയും ജാതി ഗ്രാഫ്റ്റും മറ്റു പലയിനം ഫലവൃക്ഷ ഗ്രാഫ്റ്റുകളും തൈകളും വിതരണം ചെയ്യുന്നു. 10 പശുക്കളുള്ള ഒരു ഡയറി യൂണിറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ വിവിധയിനം ആടുകൾ, വാത്ത, വിവിധയിനം കോഴികൾ എന്നിവയും. പോളി ഹൗസ് കൃഷിയും ഇവിടുത്തെ സവിശേഷതയാണ്. butter bean. മിതമായ വിലയ്ക്കാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നത്. ഒട്ടുമാവ് തൈകൾക്ക് 45, സപ്പോട്ട ഗ്രാഫ്റ്റിന് 45, തേൻവരിക്ക ഗ്രാഫ്റ്റിന് 40, റംബൂട്ടാൻ ഗ്രാഫ്റ്റിന് 85, കുടംപുളി ഗ്രാഫ്റ്റിന് 50, കുരുമുളക് തൈകൾക്ക് 5, കുറ്റിക്കുരുമുളകിന് 100, കശുമാവ് ഗ്രാഫ്റ്റിന് 35, ടിഷ്യൂ കൾച്ചർ വാഴയ്ക്ക് 15, ജാതി ഗ്രാഫ്റ്റിന് 200 രൂപയാണ് ഈടാക്കുന്നത്.
വിപുലമായ നഴ്സറി ആരുടെയും പ്രശംസ പിടിച്ചുപറ്റുന്നതാണ്. സന്ദർശകർക്കായി വിസിറ്റേഴ്സ് ഷെഡും ഏറുമാടവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ തോട്ടത്തിന്റെ മഹത്വം പ്രഘോഷണം ചെയ്യുന്നതാണ് ഇവിടുത്തെ സന്ദർശക പ്രവാഹം. എൺപതോളം സ്ഥിരം തൊഴിലാളികളും 120 കാഷ്വൽ തൊഴിലാളികളും 10ഓളം ദിവസവേതന തൊഴിലാളികളും ഇവിടെ സേവന നിരതരാണ്. ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് മേഖലകളിൽ വൈദഗ്ധ്യം ലഭിച്ച 20ഓളം പേർ ഇവരിൽപ്പെടുന്നു. നമ്മുടെ ഫാമിൽ തയ്യാറാക്കിയ കശുമാവിൻ്റെ ഒട്ട് തൈകളാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് കശുവണ്ടി നട്ട് 1 മാസം പ്രായമാകുമ്പോഴാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മദർ പ്ലാന്റ്സ് സയോൺ സെലക്ഷൻ നടത്തും. നമ്മൾ സയോൺ എടുക്കേണ്ട പ്ലാന്റ്സിൽ നിന്ന് മരങ്ങളിൽ പോയിട്ട് ഇളം തണ്ടുകൾ നോക്കിയിട്ട് അത് ഇലകൾ ബ്രൗൺ കളറാവുമ്പോൾ അതിൻ്റെ ഇലകൾ മുറിച്ച് മാറ്റി തയ്യാറാക്കി നിർത്തും. ഒരാഴ്ച കഴിയുമ്പം ഈ ഇലയുടെ ഞെട്ടുകളൊക്കെ കൊഴിഞ്ഞ് സയോണുകൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് തയ്യാറാകും. ഈ സയോണുകൾ ശേഖരിച്ച് കൊണ്ടുവന്ന് 1 മാസത്തോളം പ്രായമായ റൂട്ട് സ്റ്റോക്കിൽ എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിംഗ് രീതിയിലാണ് ഇതിവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ചേമ്പറിനുള്ളിൽ വയ്ക്കുകയും ഒരു 21 ദിവസം ചേമ്പറിനുള്ളിൽ സൂക്ഷിക്കും. അത് കഴിഞ്ഞ് ചേമ്പർ പൊളിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച സയോണിൽ മുള വന്നിരിക്കുന്നതായിട്ട് കാണാം. അത് പിന്നീട് ഗ്രീൻ ഹൗസിനകത്ത് വെച്ച് ഹാർഡനിങ് നടത്തിയ ശേഷമാണ് വിൽപ്പനയ്ക്ക് തയ്യാറാകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0472 284 6488, മൊബൈൽ 944698 80 252. കാർഷിക വാർത്ത. പെരിങ്ങമല ജില്ലാ പഞ്ചായത്ത് കൃഷിത്തോട്ടത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ ചടങ്ങുകളുടെ ഉദ്ഘാടനം ശ്രീ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ MLA-യുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ KP മോഹനൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സോഫി തോമസ് സ്വാഗതം ആശംസിച്ചു. റിപ്പോർട്ട് ഇവിടെ വായിക്കുമ്പോൾ നമ്മുടെ ഫാമിന്റെ പ്രവർത്തനങ്ങളെ പറ്റി വളരെ നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ MLA വളരെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കൃഷി മൃഗസംരക്ഷണ അച്ചടി വകുപ്പ് മന്ത്രി ശ്രീ KP മോഹൻ അവറുകളെ വളരെ ആദരവോടുകൂടി ഈ